26ഓളം കുത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടുകഴിഞ്ഞു. നമസ്കാരം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ വിധി 21ലേക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലാ കോടതി വളപ്പിലാണ്. ഏതായാലും ഈ രണ്ട് ഭാഗത്തിന്റെ വാദം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 17-നായിരുന്നു ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നീട്ടിവെച്ചിരുന്നത്. പിന്നീട് ഇന്ന് 19-ാം തീയതിയിലേക്കും പിന്നീട് 21-ലേക്കും മാറ്റിയിരിക്കുന്നു. ഏതായാലും 21-ാം തീയതി വരുന്ന അന്തിമ വിധിക്കായി തന്നെ കേരളം ഉറ്റുനോക്കുകയാണ്. 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനയെ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ച് 26ഓളം കുത്തുകളാണ് ഉണ്ടായിരുന്നത്. ഏതായാലും പ്രതിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് തനിക്ക് ആ സമയത്തുണ്ടായ അല്ലെങ്കിൽ അതേ സമയത്തുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ഈ ഒരു കൃത്യം നടത്തുന്നതിലേക്ക് വന്നെന്ന് പറയുന്നു. ഏതായാലും ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടുകഴിഞ്ഞു. കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ദാരുണമായി ഒരു ഡോക്ടർ ആശുപത്രിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിധിയെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 21-നാണ് വന്ദനാദാസിന്റെ കൊലക്കേസിൽ വിധി പ്രസ്താവിക്കുന്നത്.